നാട്ടിലെ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരന്മാരെ ഊക്കണ രസം അല്ലേ സെൽവ? അത് വേറെ അപ്പൊ ഇന്ന് ആ ഊക്കൽ വീഡിയോ ആണ്, ഫുള്ള് കണ്ടോക്കി. സെൽവന്റെ കുറച്ച് ട്രിക്സുകൾ കാണാം. ഇത് വേണ്ടവര് പഠിക്കട്ടോ. ഈ വയസ്സിൽ നമ്മള് വിമാനം മുകളിൽ കൂടെ പോകണുണ്ടോ നോക്കണം അല്ലേ? നാട്ടിലെ കാഴ്ചകളും വീട്ടിലെ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പക്ഷെ ഞങ്ങള് കറക്റ്റ് ഈക്വൽ ടീമാണെന്നുണ്ടെങ്കിലല്ലോ ട്രാഫിക് അരഞ്ഞാന്ന് പോകണം. ട്രാഫിക് എന്തെങ്കിലും പറയണ്ട? ലൈക്ക് ഇറ്റ്. ആ ഇന്ന് മുരളി വരാത്തോണ്ട് എന്റെ 22,000 ആരാധകർ ഇവിടുന്ന് ഒഴിഞ്ഞു പോയി. ആ മതിലൊക്കെ ചാടിയ പോയത് സിൻസാറിന്റെ പുറത്ത് കടിച്ചില്ലേ മുംബൈത്തെ ഫ്ലാറ്റ് എത്തിച്ച ആരാധകര്. അജ്ജാ ചാടി തെങ്ങുമെന്ന് 3 തേങ്ങ കിട്ടി. അത് പിന്നെ ഒരു ഇതായി. ഇതാണ് സിൻസാറിന്റെ ഇന്നത്തെ വെട്ടത്ത്. പന്തില്ലാതെ ആൾക്കാരുടെ അടുത്തേക്ക് തീമപ്പന്തി പോലെ ആയി വരുന്നത് സിൻസാർ. സിൻസാറിന്റെ എന്റെ അടുത്തേക്ക് വരുന്നത് സിൻസാർ ദ റിയൽ ചീമപ്പന്നി. 8 വർഷത്തിന് പന്തില്ലാതൊരു വരവാണ് എന്റെ അടുത്തേക്ക്. എന്താ ജയിലിൽ കൊണ്ടുപോലോ മുഖം മൂടി മറിച്ചിട്ട്. അതാണ് സിൻസാർ നീച്ചു പോട്ടോ. പാവം ചക്ക നോക്ക്, എല്ലാരും കൂടെ ആട്ടി വിട്ട്. ഫുട്ബോൾ കളി. സെൽവന്റെ കുറച്ച് ട്രിക്സുകൾ കാണാം. ഇത് വേണ്ടവര് പഠിക്കട്ടോ. 2 3 4 5 6 7 8 9 10 11 12 13. സെൽവ എത്ര വയസ്സായി? ചെക്കന്റെ അതെ അതെ കമന്റ് ചെയ്യാനുണ്ടോ? സ്കില്ലാണോ? 2 അതെ അതെ ഒരു സ്പെഷ്യൽ സമ്മാനം കൊടുക്കട്ടോ. ആണെങ്കിൽ സെൽവന്റെ ബൈക്ക് തന്നെ കൊടുക്കാം നമുക്ക്. അതെ ഇതാണ് വണ്ടി. ആർക്കും ആണെങ്കിൽ വണ്ടി കറക്റ്റ് വയസ്സ് കമന്റ് ചെയ്യണ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ പ്രവാസിയുടെ ഇതാണ് ഇന്നലത്തെ ചെലവൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾക്ക് ചെലവ് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. അതിന്റെ ഒരു സന്തോഷം കുഞ്ഞാപ്പിന്റെ മുഖത്തുണ്ട്. ഒരാഴ്ച കളിക്കാൻ വേണ്ടി മാത്രം വന്നാട്ടോ. അതന്നെ നേരെ വന്നാണ്ട് ചെലവ്. അതാണ് ഞങ്ങള് കുഞ്ഞാപ്പ്. പക്ഷെ മോശമായി പോയി. ഇന്നലെ ഫുഡൊക്കെ വാങ്ങി തന്നിട്ട് ഓനെ ജയിപ്പിച്ചില്ല ഞങ്ങള്. ഞങ്ങളെന്താറോ ജയിച്ചതിന്റെ ഒരു ഫീലിംഗ് കൊടുത്തും ചെയ്തു. പിന്നെ ഞാൻ വന്നിറങ്ങി 2 ടീമിക്ക് ഞാൻ വന്നിറങ്ങി. പുതിയ കളി 2ന്റെ ഫീലിംഗ് കിട്ടണം. അപ്പളെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോകുമ്പോ ഒരു സുഖമുള്ളൂ. അതാ അങ്ങനെ അതിന്റെ ഇടയിൽ നമ്മളൊരു ടർഫും കൂടി ബുക്ക് ചെയ്ത് കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ? അപ്പൊ എന്താ കളി കഴിഞ്ഞപ്പോ തന്നെ മിന്നുന്ന ചങ്ക. ഈ വയസ്സിൽ നമ്മള് വിമാനം മുകളിൽ കൂടെ പോകണുണ്ടോ നോക്കണം അല്ലേ? നോക്കിയിരിക്കണം അവിടെ. വിമാനം പോകണ്ടോ കാര്യമായിട്ട് ഏതാണാവോ? പ്രവാസിയുടെ ഇതാണ് ഇന്നലത്തെ ചെലവൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾക്ക് ചെലവ് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. അതിന്റെ ഒരു സന്തോഷം കുഞ്ഞാപ്പിന്റെ മുഖത്തുണ്ട്. ഒരാഴ്ച കളിക്കാൻ വേണ്ടി മാത്രം വന്നാട്ടോ. അതന്നെ നേരെ വന്നാണ്ട് ചെലവ്. അതാണ് ഞങ്ങള് കുഞ്ഞാപ്പ്. പക്ഷെ മോശമായി പോയി. ഇന്നലെ ഫുഡൊക്കെ വാങ്ങി തന്നിട്ട് ഓനെ ജയിപ്പിച്ചില്ല ഞങ്ങള്. ഞങ്ങളെന്താറോ ജയിച്ചതിന്റെ ഒരു ഫീലിംഗ് കൊടുത്തും ചെയ്തു. പിന്നെ ഞാൻ വന്നിറങ്ങി 2 ടീമിക്ക് ഞാൻ വന്നിറങ്ങി. പുതിയ കളി 2ന്റെ ഫീലിംഗ് കിട്ടണം. അപ്പളെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോകുമ്പോ ഒരു സുഖമുള്ളൂ. അതാ അങ്ങനെ അതിന്റെ ഇടയിൽ നമ്മളൊരു ടർഫും കൂടി ബുക്ക് ചെയ്ത് കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ? എല്ലാം സ്പോൺസർ. അപ്പൊ എന്താ കളി കഴിഞ്ഞപ്പോ തന്നെ മിന്നുന്ന ചങ്ക.
വേറെന്തെങ്കിലും അമർത്തണം. ചെല്ലന് ആകെ ഒരു സ്കില്ലാണ് പാട്ട്. എന്ന് വൈകുന്നേരം കുതിരപ്പൊയിൽ ആ മൂത്ത കുതിരപ്പൊയിലുണ്ടാവും. അതേതാ ഗായകൻ ഓഫ് ദി ഇയർ. റിലാക്സേഷന് വേണ്ടി സെല്ലൂന് 2 പാട്ട്, 6 പാക്ക് ഷോയും. സെല്ലുവിൻ്റെ റിയൽ സിംഗറാണ് ഞങ്ങളെ നാട്ടിലെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നാട്ടിലെ കാഴ്ചകളും വീട്ടിലെ കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.